നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ അബോർഷൻ നടത്താനായി ഉപയോഗിച്ചിരുന്ന മിഫാപ്രസ്റ്റോൺ എന്ന ഗുളികയുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ യുഎസ് സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. യുഎസിലെ മനുഷ്യാവകാശ പ്രവർത്തകരും നിയമവിദഗ്ധരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അബോർഷൻ ഗുളികകൾ തപാൽ വഴി അയക്കുന്നതിനും ടെലിഹെൽത്ത് സംവിധാനത്തിലൂടെ ഇവ ലഭ്യമാക്കുന്നതിനും ഏർപ്പെടുത്തിയിരുന്ന നിരോധനം സുപ്രീം കോടതി നീക്കം ചെയ്തിരിക്കുന്നു. എന്താണ് ഈ കേസിലെ നിയമ പോരാട്ടം? എന്തുകൊണ്ടാണ് ലൂസിയാന പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇതിനെ എതിർത്തത്? എന്തൊക്കെയാണ് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഈ കേസിന്റെ തുടക്കം യുഎസിലെ ലൂസിയാന സംസ്ഥാനം നൽകിയ ഒരു ഹർജിയിൽ നിന്നാണ്. മിഫാപ്രസ്റ്റോൺ എന്ന മരുന്ന് നേരിട്ട് ഡോക്ടറുടെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യാതെ ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെയും തപാൽ വഴിയും ലഭ്യമാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ലൂസിയാന യുഎസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. ലൂസിയാനയിൽ അബോർഷൻ നിരോധിച്ചിട്ടുള്ളതിനാൽ തപാൽ വഴി മരുന്ന് എത്തിക്കുന്നത് സംസ്ഥാന നിയമങ്ങളുടെ ലംഘനമാണെന്ന് അവർ വാദിച്ചു. കഴിഞ്ഞ മെയ് 1 ഫിഫ്ത് സർക്യൂട്ട് കോടതി ലൂസിയാനയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു. ഇത് രാജ്യവ്യാപകമായി തപാൽ വഴിയുള്ള അബോർഷൻ ഗുളികകളുടെ വിതരണം തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കി. എന്നാൽ ഇതിനെതിരെ മരുന്ന് നിർമ്മാതാക്കളായ ഡാൻകോ ലബോറട്ടറീസും ജെൻ ബയോപ്രോയും സുപ്രീം കോടതിയെ സമീപിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം പുറത്തു വന്ന വിധിയിൽ ഫിഫ്ത് സർക്യൂട്ട് കോടതിയുടെ നിരോധനം സുപ്രീം കോടതി റദ്ദാക്കി. ഈ വിധി പ്രകാരം യുഎസിൽ എവിടെയും ഇനി തപാൽ വഴി മിഫാപ്രസ്റ്റോൺ മരുന്ന് ലഭ്യമാകും എന്നാണ് റിപ്പോർട്ടുകൾ. ജസ്റ്റിസ് ക്ലാരൻസ് തോമസ്, സാമുവൽ അലീറ്റോ എന്നിവർ വിധിയെ എതിർത്ത് രംഗത്തെത്തി. മരുന്നുകൾ തപാൽ വഴി അയക്കുന്നത് ഒരു ക്രിമിനൽ സംരംഭം ആണെന്ന് ജസ്റ്റിസ് തോമസ് തന്റെ കുറിപ്പിൽ രേഖപ്പെടുത്തി. 1873 കോംസ്റ്റോക്ക് ആക്ട് പ്രകാരം അശ്ലീല വസ്തുക്കളോ അബോർഷനുള്ള മരുന്നുകളോ തപാൽ വഴി അയക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് അലീറ്റോ 2022 പ്രശസ്തമായ ഡാബ്സ് വിധിയിലൂടെ ഇല്ലാതാക്കിയ അബോർഷൻ അവകാശത്തെ ഈ വിധിയും FDA നയങ്ങളും തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചു. മിഫാപ്രസ്റ്റോൺ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് വർഷങ്ങളായുള്ള ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 2023 FDA ആണ് ഈ മരുന്ന് നേരിട്ട് ഹാജരാകാതെ തന്നെ ലഭ്യമാക്കണമെന്ന നിയമം കൊണ്ടുവന്നത്. എന്നാൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് ലൂസിയാന ഇതിനെ ചോദ്യം ചെയ്തത് എന്ന് വിദഗ്ധർ ആരോപിക്കുന്നു. ഈ കേസിൽ മറ്റൊരു നിർണായകമായ കാര്യം യുഎസ് ഗവൺമെന്റ് സ്വന്തം ഏജൻസിയായ FDAക്കെതിരെയുള്ള ഈ കേസിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതാണ്. ഇത് രാജ്യത്ത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. വിധിക്ക് പിന്നാലെ FDA തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. മരുന്നിന്റെ സുരക്ഷാ പരിശോധനകൾ ശാസ്ത്രീയമായി തന്നെ തുടരുമെന്നും സുതാര്യത ഉറപ്പാക്കുമെന്നും അവർ X വഴി ഉപഭോക്താക്കളെ അറിയിച്ചു. യുഎസിൽ നടക്കുന്ന അബോർഷൻ 2/3 ഭാഗവും മരുന്നുകൾ ഉപയോഗിച്ചുള്ളതാണ്. പല സംസ്ഥാനങ്ങളിലും കർശനമായ നിരോധനം നിലനിൽക്കുമ്പോഴും രാജ്യത്തെ അബോർഷൻ നിരക്ക് കുറയാത്തതിന് പ്രധാന കാരണം തപാൽ വഴിയുള്ള ഈ മരുന്ന് വിതരണമാണ്. വിധിക്ക് പിന്നാലെ ഡെമോക്രാറ്റിക് സെനറ്റർമാർ മിഫാപ്രസ്റ്റോൺ സുരക്ഷിതമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം സെനറ്റിൽ അവതരിപ്പിച്ചു. സ്ത്രീകളുടെ ആരോഗ്യ കാര്യങ്ങളിൽ രാഷ്ട്രീയക്കാർ ഇടപെടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് സെനറ്റർ ജിൻ ഹാഷിർ പറഞ്ഞു. ഈ വിധി താൽക്കാലികമായി ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും വരും വർഷങ്ങളിൽ കേസ് വീണ്ടും പരിഗണിക്കപ്പെട്ടേക്കാം. എങ്കിലും നിലവിൽ തപാൽ വഴിയുള്ള അബോർഷൻ മരുന്നുകളുടെ വിതരണത്തിന് തടസ്സമില്ല.